ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു പാർട്ടി വ്ളോഗാണ് കേട്ടോ. ചെറിയൊരു പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതെങ്ങനെ അടിപൊളിയായിട്ട് സെറ്റാക്കാം. അതുപോലെ തന്നെ ഫുഡ് ഐഡിയാസ് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല ഈസി ആയിട്ടും നല്ല അടിപൊളിയായിട്ടും പെട്ടെന്ന് എങ്ങനെ സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഒരു പാർട്ടിയിലുണ്ടാകുമ്പോൾ എന്തായാലും പുഡിങ്ങോ എന്തെങ്കിലും മധുരം കാര്യങ്ങളും എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഫ്രൂട്ട് കസ്റ്റാർഡാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സാക്കി എടുക്കലാണ്. ഇതിപ്പോൾ ഒരു 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. അതൊന്ന് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. പാല് ചേർത്തിട്ട് പാലിലൊന്ന് തളിച്ചിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർക്കുക കേട്ടോ. പിന്നെ ഇതുപോലത്തെയൊക്കെ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതാണ് നല്ലത്, നല്ല ടേസ്റ്റ് ഉണ്ടായാൽ. അപ്പോൾ ഇതിപ്പം ഞാനൊരു 200 ഗ്രാം ഈ ഒരു ടിന്നിൻ്റെ, ഇതൊരു 400 ഗ്രാമിൻ്റെ ടിന്നാണ്. ഇതിൻ്റെ പകുതിയോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരമൊക്കെ നോക്കിയിട്ട് വേണമെന്നില്ലവർക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് ഇതാ ഈ ഒരു കസ്റ്റാർഡ് പൗഡറില്ലേ നേരത്തെ മിക്സാക്കി വെച്ചത്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചതാണെങ്കിൽ ഇതിൽ ചേർക്കുന്നതിന് തൊട്ട് മുന്നേയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ അടിയിൽ കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേർക്കുന്നതിന് മുന്നേയായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് എന്താ പറയുക കുറച്ചൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ചേർത്ത പാടെ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതങ്ങ് കട്ട പിടിച്ചു പോവും. അപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് ഈ ഒരു കസ്റ്റാർഡൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് കുറച്ചൊന്ന് ഫ്രിഡ്ജിലൊക്കെ വെക്കാം കേട്ടോ. പിന്നെ ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഇതിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇനിയിപ്പോൾ ഇതാ 1 കിലോൻ്റെ അടുത്തുള്ള ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ഫെനൽ സീഡ് പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഐറ്റംസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് നേരത്തെ ചെയ്ത് വെക്കലാണ്. ഇതുപോലത്തെ ഐറ്റംസിലും നമ്മൾ എത്ര നേരത്തെ ചെയ്യുന്ന അത്രയും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്ന അത്രയും നേരത്തെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഇതാ പട്ടൂരി ഉണ്ടാക്കാനുള്ള മാവൊന്ന് കുഴച്ചെടുക്കലാണ്. ഇപ്പോൾ 1 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിപ്പം ഡ്രൈഡ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഈ ഒരു ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. അപ്പോൾ അതുവരെ ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഇതൊരു 5-10 മിനിറ്റ് എല്ലാകുമ്പോഴത്തേക്ക് ഈസ്റ്റെല്ലാം നന്നായിട്ട് ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 3 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. ഒന്നിക്കൽ ഈ ഒരു പാത്രത്തിലിട്ടിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക, അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് ഓയിലൊന്ന് മൊത്തത്തിലൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കവർ ചെയ്തെടുക്കുക. ഇതൊന്ന് എന്തായാലും ഒന്ന് ഡബിൾ സൈസായിട്ട് വരണം, ഒന്ന് പൊങ്ങി വരണം. അത്ര വരെ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഭട്ടൂരൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ കുറുമയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് 2 ഏലക്കായ, ഒരു ചെറിയ പട്ട, 2-3 ഗ്രാമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളി ഒന്നൊന്ന് കുക്കായി വന്നാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കുക. പിന്നെ ഇതിലേക്ക് 2-3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 ചെറിയ തക്കാളിയും കൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 1 മതി. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് 2 എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക.
അപ്പോൾ ഇത് തക്കാളിയിൽ നന്നായി കുക്കായി വന്നാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 500-600 ഗ്രാം ചിക്കനാണ് കേട്ടോ. അപ്പോൾ ക്ലീൻ ആക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതാണ്. അപ്പോൾ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. അപ്പം ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതിലിതാ നന്നായിട്ടൊന്ന് ഗ്രേവിയും കാര്യങ്ങളൊക്കെ വരും. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതാ ഇതിലേക്ക് ഈ ഒരു രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വന്നാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഈ ഒരു ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ചിക്കനും ഈ ഒരു ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. പിന്നെ ഉപ്പെല്ലാം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ചിക്കനും വെജീസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഇതിപ്പോൾ 2 ടീസ്പൂൺ ഫ്രഷ് ക്രീമാണ്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് ഇതാ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 1-ാം പാലാണ് കേട്ടോ, കട്ടിപ്പാൽ. ഇതിലേക്കൊരു 8-10 കാഷ്യൂ ഒന്ന് നേരത്തെ വെള്ളത്തിലിട്ട് പുതിർത്തിയിട്ട് അരച്ചിട്ടും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒരു തിള വന്നാൽ തന്നെ ഓഫാക്കുക. പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഫ്രൈഡ് റൈസിൽ ഉണ്ടാക്കാനുള്ള റൈസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് അളന്നെടുക്കലാണ് കേട്ടോ. ഇതിപ്പോൾ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റൈസ് ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ ഇതൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഫ്രൈഡ് റൈസ് ചൈനീസ് ഫുഡെല്ലാം ഉണ്ടാക്കുമ്പോൾ എന്തായാലും വെളിച്ചെണ്ണ യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺഫ്ലവർ ഓയിൽ എടുക്കുക. പിന്നെ ഇതിലേക്ക് ചെറിയൊരു പീസ് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രൈഡ് റൈസിനായതുകൊണ്ട് ഗീയോ ഏലക്കായോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒരു ഉള്ളി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തിളച്ച് വന്നതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പ്രാവശ്യം മിക്സ് ചെയ്ത് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 പ്രാവശ്യമായിട്ടേ ചെയ്തെടുക്കണ്ടു. ലോ ഫ്ലെയിമിൽ വെച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്ക് തന്നെ റൈസ് കുക്കായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഫ്രൈഡ് റൈസിൻ്റെ മസാല റെഡിയാക്കലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു മുട്ട വറുത്തെടുക്കാനുണ്ട്. ഇതിപ്പോൾ 5 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ മസാല ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു വലിയൊരു പാത്രം തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ഒരു മുട്ടയൊന്ന് ആദ്യം വറുത്തെടുക്കുന്നുണ്ട്. ഈ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പം ഇതൊന്ന് ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്കി മസാലയുടെ പണികളൊക്കെ തുടങ്ങുക. വീണ്ടും ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുക. പിന്നെ ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെജീസെല്ലാം ആവശ്യമുണ്ട് കേട്ടോ. ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, ബീൻസ് ഇതെല്ലാം എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയനും കൂടെ വേണം. പക്ഷെ അതില്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഓരോരോ സാധനം കുറച്ച് വേവുള്ള സാധനങ്ങൾ ഫസ്റ്റ് ഇട്ടാൽ പിന്നെ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം ഒരുപാട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പം ഓരോന്നും ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അത്രയേ വേണ്ടൂ കേട്ടോ. അപ്പോൾ ആദ്യം ബീൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് പിന്നെ ക്യാബേജും ക്യാപ്സിക്കൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതാ മാഗിയുടെ ചിക്കൻ സ്റ്റോക്കിലെ ചെറിയൊരു ക്യൂബാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു ക്യൂബ് ചേർക്കുന്നതുകൊണ്ടാണ് ഇതിൽ ഉപ്പ് ഇടാണ്ടെന്നതിന്. കാരണം ഇതിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മുട്ടയില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കുന്ന ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് ഈ ഒരു മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിങ്ങനെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുടഞ്ഞെടുത്താലും മതി. അപ്പോൾ ഒന്ന് മുഴുവനായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഒരു 5-10 മിനിറ്റ് വെക്കുക. ഈ ഒരു റൈസിലേക്കും ഈ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ഉണ്ടാക്കുന്നത് മുട്ടമാലയാണ്. ഇന്നിപ്പോൾ 12 മുട്ടക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ വൈറ്റും യെല്ലോയും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കലാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് കുറച്ച് പണിയുണ്ടാവും, പക്ഷേ 2-3 പ്രാവശ്യത്തിലാക്കുമ്പോഴത്തേക്ക് ഓക്കെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. പിന്നെ ഈ ഒരു മുട്ടമാല പണ്ട് മുതൽ പാർട്ടികളിലും സൽക്കാരങ്ങളിലും മെയിനായ ഒരു സാധനമാണല്ലേ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം കൂടിയാണ്. ഇതൊന്നിക്കൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിങ്ങനെ കയ്യിലിട്ടിട്ട് വെച്ചിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കാം. അല്ലെങ്കിൽ ഈ മുട്ടൻ്റെ ഈ ഒരു ഷെല്ലിലിട്ടിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു യെല്ലോ സെപ്പറേറ്റ് ആക്കി എടുക്കുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ കിട്ടും, അത് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് ഒന്ന് ഈ ഒരു ഐറ്റം വീട്ടിലുള്ളതുകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റുമോ എന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കുന്നതാണ് കേട്ടോ. ആദ്യമായിട്ട് ആക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ച് പണിയുണ്ടായിന്. ലാസ്റ്റ് എങ്ങനെയല്ലോ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി, പക്ഷേ ഇതിങ്ങനെ പൊട്ടിയിട്ട് എന്നിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു അരിപ്പയിലിട്ടിട്ട് ഇത് അരിച്ചെടുക്കാം. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ പാടിയും അതൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് നല്ല ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മൊത്തത്തിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ മുട്ടമാല ഉണ്ടാക്കുന്ന ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന ഒരു ബോട്ടിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ബോട്ടിലിൻ്റെ ടോപ്പിന് ജസ്റ്റ് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ലിക്വിഡിൻ്റെയൊക്കെ ബോട്ടിൽ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടൻ്റെ മാല ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ഈ ഒരു വൈറ്റ് ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു എഗ് വൈറ്റൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒരു ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റീം ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റീമറിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്റ്റീമറിലേക്ക് വെക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു മുട്ടമാലിൻ്റെ മാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽട്ടായി ഒന്ന് തിള വന്ന് തുടങ്ങുമ്പം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. ഇത് ഒരുപാട് ഹൈറ്റിൽ വെച്ചിട്ടാക്കണ്ട കേട്ടോ, കുറച്ച് താഴ്ത്തി പിടിച്ചിട്ട് തന്നെ ഈ ഒരു രീതിയിൽ വട്ടത്തിലൊന്ന് ചുറ്റിച്ചെടുക്കാം. ഈ ഒരു രീതിയിലാക്കിയെടുക്കുമ്പം ഈ ഒരു മാലയൊക്കെ നല്ല ലോങ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. പിന്നെ ഒരു 4-5 സെക്കൻഡ്സ് എല്ലാം ആകുമ്പോൾ തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് റെഡിയായ ശേഷം ഒന്നിക്കൽ ഒരു അരിപ്പയിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് സ്ലോപ്പാക്കിയിട്ട് വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിലേക്കുള്ള ഷുഗർ സിറപ്പൊക്കെ ഓവറായിട്ട് കിടക്കുന്ന ഷുഗർ സിറപ്പിലൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ ആക്കിയെടുക്കുക. പിന്നെ ഒരു 2-3 പ്രാവശ്യം ആക്കിയെടുത്തതിന് ശേഷം ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് നനച്ച് കൊടുക്കുക. ഈ ഒരു ഷുഗർ ഭയങ്കര തിക്കായിട്ട് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്ന് നേരത്തെ ചിക്കനൊക്കെ മസാല ഇട്ട് വെച്ചിട്ട് അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് അടുപ്പിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഓയിലൊക്കെ ചൂടായി വന്നാൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ബട്ടൂരക്കെല്ലാം കുഴച്ച് വെച്ചത് ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് മുഴുവനായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചപ്പാത്തിനേക്കാളും കുറച്ച് ചെറിയൊരു സൈസിൽ, ഒരു പൂരിൻ്റെ ഒരു സൈസിലാണ് കേട്ടോ ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. ഇത് ഭയങ്കര തിന്നായിട്ടും പരത്തണ്ട, ഈ ഒരു രീതിയിലാക്കിയെടുക്കുക. അതിനുശേഷം ഇങ്ങനെ സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒന്നിക്കൽ വലുതായിട്ട് പരത്തിയിട്ട് 4 പീസാക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നാൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചെറിയ ടൈമേ വേണ്ട, അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് 2 സൈഡും ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പട്ടൂര് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റാർഡൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ആപ്പിളും അതുപോലെ തന്നെ മാങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കസ്കസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇഷ്ടമുള്ള മറ്റുള്ള ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കുക, അതുപോലെ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ഐറ്റംസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ടമാലിൻ്റെ വയറ്റിലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു മുട്ടയൊക്കെ ഒന്ന് ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കലാണ്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ പല രീതിയിൽ പല സ്റ്റൈലിലൊക്കെ സെറ്റാക്കിയിട്ട് കാണാൻ നല്ല ഭംഗിയല്ലേ. ചെറിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് സെർവ് ചെയ്ത് ടേബിളിൽ കൊണ്ടാക്കലാന്ന്, ഒന്ന് സെറ്റാക്കി എടുക്കലാന്ന് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഞാൻ കാണാനുള്ള എളുപ്പത്തിന് മനസ്സിലാകാനും വേണ്ടിയിട്ടാണ് ഓരോന്നായിട്ട് അങ്ങനെ കാണിച്ചത് കേട്ടോ. എന്തായാലും ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ വരുമ്പം മൊത്തത്തിലൊന്ന് തിരക്കായിരിക്കും. നമ്മളിപ്പോൾ ഫ്രൈഡ് റൈസ് ആക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ തന്നെയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഞാൻ വീഡിയോ ഒക്കെ കാണുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഓരോന്നായിട്ട് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ ഐറ്റംസും നമുക്ക് പെട്ടെന്നൊരു പാർട്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡ് മെനു ഐഡിയ ആണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാ ഐറ്റംസും ഇതുവരെ ട്രൈ ചെയ്യാത്തവരിലുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടോ. അപ്പം എന്നും ഇതുപോലത്തെ അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അപ്പം വീഡിയോ എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പം വീണ്ടും അടിപൊളി വീഡിയോ എല്ലായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.